മാളി ചേച്ചിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഹണിയാണ് ഡ്രിസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അതെ, എസ്തറ്റിക് ആക്കിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു പഠിക്കുമ്പോൾ ഗുണം എന്താണ്? ഹയർ സ്റ്റഡിക്കും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് മാറി താമസിക്കുമ്പോൾ കൊച്ചു പട്ടിണി കിടക്കില്ല അല്ലേ? വെറൈറ്റി സിമ്പിൾ ക്യൂക്ക് ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാം. എന്തിനാണ് രാവിലെ വരേണേ? എടുത്തതാണോ? നീ കൊടുത്തല്ലേടാ? കൊടുത്ത സാധനം തിരിച്ചു മേടിച്ചിട്ട് അതിനോട് കരയാൻ പാടുണ്ടോ? അപ്പൊ നീ എന്തിനാ കൊടുത്തോക്ക്? നീയല്ലേ അത്, അവള് നിനക്ക് തന്നല്ലോ. ആ കോൽക്കുത്ത് നിനക്ക് തരാൻ പറഞ്ഞിട്ട് നീ അവൾക്ക് കൊടുത്തല്ലേ? 30 സെന്റ് തരാൻ പറഞ്ഞ €1 നീ കൊടുത്തു. എടാ, അവക്ക് 30 ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ നീയല്ലേ പറഞ്ഞ 30 താ, നീ 1 എടുത്തോളാം. നീ അങ്ങോട്ട് കൊടുത്തല്ലേ? നീ എന്തിനാ കൊടുത്തേ? അല്ല, എന്തിനാ കൊടുത്തേന്ന് പറ. നീ കൊടുത്തേ എന്തിനാന്ന് പറ. നിനക്കറിയില്ലേ? സ്നേഹം മൂക്കുമ്പോ കൊടുക്കും, വഴക്ക് കൂടുമ്പോ തിരിച്ചു മേടിക്കും. അത് ശരിയാണോ? അത് പിന്നെ അത് പറ്റുന്ന കാര്യമല്ല. അപ്പൊ നീ കൊടുക്കരുതായിരുന്നു. രാവിലെ തന്നെ ഇവിടെ സൈറൻ മുഴക്കിക്കൊണ്ടിരിക്കുക. പോട്ടെ, നമ്മള് കടയിൽ പോകുമ്പോ സെറ്റാക്കാം. അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. അവളുടെ തിരിച്ചു അവള് വരട്ടെ. അവള് വരുമ്പോ മേടിച്ചാ മതി. ഇവിടെ ഇരിക്കെ. അവള് സമാധാനമായിട്ട് കുളിക്കട്ടെ. ഇവിടെ ഇരുന്നേ. ഇതാ കാണിച്ചേ. അവളെന്നാ ഏതാ തന്നേന്ന് പറഞ്ഞേ? ഇത് 30 സെന്റ്. എന്നിട്ട് എന്തൊരവസ്ഥയാ ചോടിക്കുട്ടി ഇത്. ഓക്കെ, ഗ്യാപ്പ് കിട്ടുമ്പോ ചാടി ഇറങ്ങി ഓടുന്നുണ്ടോ? എങ്ങോട്ടാ പോകുന്നേ? ഹെയർ ബാൻഡ് ആവുന്നു. അവൻ്റെ ആ ടൗലും എടുത്തുന്നേ. അപ്പൊ ഇങ്ങ് വാ. നീയാ നിനക്ക് തന്നെ അവളുടെ ഇതിൽ കയറിപ്പോയി എടുക്കാൻ പറ്റില്ല. അവള് വരട്ടെ. അവള് വന്ന് ചോദിച്ചിട്ട് എടുക്കാം. നീ ടൗലെടുത്തേ. അപ്പൊ ഷോപ്പിൽ പോകുമ്പോ ഒന്നും മേടിക്കാൻ പൈസ ഉണ്ടാവില്ല. കുളിമുറി കൊണ്ടിട. ഇന്ന് മഴയൊക്കെയാണ്. മഴയൊക്കെ ആയിട്ടുള്ളൊരു കൂൾ കാമായിട്ടുള്ളൊരു വെതറാണ്. ഭയങ്കര റിച്ച് സെറ്റപ്പിലാണല്ലോ വാളം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ അകത്ത് ഫ്രഷ് കട്ട് ആപ്പിൾ കട്ട് ചെയ്തേക്കണോ, ഹണി ഡ്രിസ്സിൽ ചെയ്തേക്കുന്നു. പാലിൻ്റെ കൂട്ടത്തിലാണോ ബ്രേക്ക്ഫാസ്റ്റ്? വെള്ളമാണോ? ഓക്കെ. പാലും മുട്ടയും കൂട്ടിയിട്ടാണല്ലോ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കണം. അപ്പൊ വെള്ളമാണ് കുടിക്കുന്നതെന്ന്. എനിക്ക് വയ്യ. അങ്ങനെ കോയിന് വേണ്ടി തല്ലു കൂടിയിട്ട് അവസാനം എൻ്റെ കയ്യിലെടുത്ത കോയിൻ എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുത്തു. മാളുവിന് കുറച്ച് കൂടുതലും കിട്ടിയില്ലേ? ഹാപ്പി ആയോ? എന്താ സന്തോഷം. കുറച്ചു മുമ്പ് കരഞ്ഞ ആളാണോ ഈ കാണുന്നത്? ഇങ്ങോട്ട് ഇതാണല്ലോ ഏറ്റവും വലിയ സന്തോഷം. ഇതെന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കെല്ലപ്പൂലി. അതായത് നമ്മൾ ഇവർക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവര് സാധാരണ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു 10-12 വയസ്സ് വരെ പിള്ളേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. സ്മാർട്ട് വാച്ച് പോലെ തന്നെ. അത് സ്കൂൾ ടൈമിങ്ങിൽ എന്നെ നമുക്ക് എമർജൻസി കോൾ മാത്രമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത കോൾ ചെയ്യാനും എടുക്കാനും ഒന്നും പറ്റാത്ത പോലെ. പിന്നെ അല്ല, പാരൻസിന് ചൂസ് ചെയ്യാം ഏതൊക്കെ നമ്പർ അതിലോട്ട് വിളിക്കാം, ഏതൊക്കെ നമ്പറിൽ അതിൽ നിന്ന് വിളിക്കാം എന്നുള്ളത് പാരൻസിന് ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പിള്ളേരെ എവിടാന്നുള്ളതൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. മാപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സൈക്കിളൊക്കെ ചവിട്ടി പോകുന്ന പിള്ളേർക്ക് ഫോൺ പോക്കറ്റിലിട്ട് പോവുക, ബാഗിലിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒട്ടും കൺവീനിയൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ വാച്ച് ആകുമ്പം അവർക്കത് എല്ലാ രീതിയിലും ഒരു മൾട്ടി അല്ലേ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് സിം കാർഡ് ഉണ്ട്. അപ്പോൾ ഒരു മാസം നമുക്ക് €10 വെച്ച് ബേസിക്കാണ് നമ്മൾ എടുത്തേക്കണം. അതുകൊണ്ട് €10 വെച്ച് കൊടുക്കണം. ഇതിന്റെ അകത്ത് അതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ സിമ്മ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ സൈറ്റിൽ കയറി ആക്ടിവേറ്റ് ചെയ്യണം. അത് തന്നെ ഇതാവത്തില്ല എന്ന് പറഞ്ഞു. നമ്മൾ പുതിയ സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യണം. നമ്മൾ കടയിൽ നിന്ന് ഇലക്ട്രോണിക്സ് കടയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ ജോണിക്കുട്ടി ഇപ്പൊ തന്നെ സൈക്കിളൊക്കെ ചവിട്ടി പോകാൻ തുടങ്ങി സ്കൂളിൽ.
അപ്പം ഇതൊരെണ്ണം ഉണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. എന്തെങ്കിലും എമർജൻസി വിളിച്ചാനും പറ്റും അല്ലേ? സ്റ്റോപ്പ് ചെയ്തിട്ട് എന്റെ ചാലി ഓടിച്ചോണ്ട് ചെയ്താൽ വീഴും. പലരും പറഞ്ഞു, അതായത് ഇച്ചാൻ്റെ മുഖത്ത് വിഷാദമാണല്ലോ എന്ന് നാട്ടിൽ പോയി വന്നു കഴിഞ്ഞതിന് ശേഷം. ശരിയാണ്, ഉണ്ട്. അങ്ങനെ ഒരു ഹാപ്പി മൂഡിലൂടെയല്ല നമ്മൾ പോകുന്നത്, കാരണം ഫാമിലി എത്ര സുഖമായിട്ടുള്ള ഒരു അവസ്ഥയിലല്ലല്ലോ. പക്ഷേ എന്ന് കരുതിയിട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മളങ്ങനെ സാഡ് ഫേസിൽ എക്സ്പ്രസ് ചെയ്യണ ആളൊന്നും അല്ല. ഇതെന്നാ സംഭവം ഞാൻ പറയട്ടെ. അതിൻ്റെ റീസൺ എന്നാന്ന് പറഞ്ഞാൽ ഇച്ചാൻ ഇങ്ങനെ മീശയൊക്കെ ഇത്ര നീളത്തിൽ വെച്ചേക്കണ ഫസ്റ്റ് ടൈമാണ്. ഒത്തിരി ആളെ അല്ല, ചിരിക്കുമ്പോ എന്നാ വെച്ചാൽ നമ്മുടെ ചുണ്ടൊക്കെ നല്ലതായിട്ട് കാണുമല്ലോ. ഇതിപ്പോ മേൽചുണ്ട് മുഴുവൻ കവറായിട്ടിരിക്കുക, പല്ല് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടാ. ഇത് കുഞ്ഞപ്പൻ ഇവിടെ എന്നേക്കുവാ കഷേര പൊക്കി കൊടുക്കുവാണോ? അതെ, അത് കഴിഞ്ഞ് നമ്മള് ഇല്ല അവൻ ഇനിയിപ്പോ അടുത്ത ചെക്കപ്പ് 1 ഇയറിലേ ഉള്ളൂ. വെയിറ്റ് നോക്കി, പിന്നെ ഇവന്റെ ആക്ടിവിറ്റീസ്, ഇവന്റെ കണ്ണിന് കാഴ്ചയുണ്ടോ, ചെവി, സൗണ്ട് അങ്ങനെയെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ഒരു റെഗുലർ ചെക്കപ്പ് ആയിരുന്നു കഴിഞ്ഞത്. എല്ലാം ഓക്കെ ആയിരുന്നു. ഇന്ന് നമ്മുടെ പാഴ്സലും വന്നിട്ടുണ്ട്, നാട്ടിൽ നിന്ന് അയപ്പിച്ച പാഴ്സലും വന്നിട്ടുണ്ട്. ആണോ? അടിപൊളി. ഞാൻ ഡ്രസ് മാറിട്ട് വരാം. ആള് സ്കൂൾ എങ്ങനെ ഉണ്ടായിരുന്നു? മാളുവിനാണെങ്കിൽ നേരത്തെ, മാളുവിന് 6 വർഷമായിട്ടുണ്ടായിരുന്ന സെയിം ബാഗാണ്. ബാഗിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അപ്പൊ മാളുവിന് കുറച്ചും കൂടെ വലിയ ബാഗ് വേണമെന്ന് പറഞ്ഞു. സ്ഥലമില്ലാതെ അതുകൊണ്ട് പുതിയ ബാഗ് വന്നു. പക്ഷെ പപ്പ പറയുന്നത് സെയിം ബാഗ്, സ്ഥലമൊന്നുമില്ല. ലാപ്ടോപ്പ് എല്ലാം ബാഗ് കയറി. മാളിന്റെ സെയിം ആയിരുന്നു. ഇവിടെ ആണെങ്കിലും സ്ഥലമുണ്ട്. ഇവിടെ സ്ഥലമുണ്ട്. എന്നാ പിന്നെ അതെടുക്കാതെ ചോദിക്കോ. അമ്മ ഒത്തിരി കാശ് ഉണ്ടായിരുന്നു. കുഞ്ഞാവരയുടെ ചെക്കപ്പ് കഴിഞ്ഞ് പോന വഴിക്ക് ജോൺകുട്ടിക്ക് വാച്ച് മേടിക്കാൻ കയറിയതാ. അപ്പൊ അവിടെ കയറിയപ്പോഴേക്കും നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ ബ്രഷ് ഒന്നും ചേഞ്ച് ചെയ്യാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നമ്മൾ റൗണ്ട് ഹെഡ് ആയിട്ടുള്ളതായിരുന്നു മേടിച്ച് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ബ്രഷിങ് കഴിയുമ്പോഴേക്കും നമ്മൾ ആ വാഷിംഗ് ഏരിയ ഫുള്ള് പേസ്റ്റ് തെറിക്കും. കാരണം അത് വൈബ്രേറ്റ് ചെയ്യണം, റൗണ്ട് ആയിട്ടുള്ള വൈബ്രേറ്റ് ചെയ്യണം, ഭയങ്കര ഹെവി ആയിട്ട് യൂസ് ചെയ്യണവർക്കറിയാം. അത് അത്രയും ഒരു സുഖമുള്ള സംഭവമായിരുന്നില്ല. അപ്പം ഇതെന്ന് പറയുമ്പോ ഇത് ഇങ്ങനെ എന്താ പറയാ, ഈ സറൗണ്ടിങ്സ് ഒക്കെ ഇങ്ങനെ മെസ്സാക്കുന്നത് കുറച്ച് കുറവാന്ന് പറയണം റൗണ്ടിനെ അപേക്ഷിച്ച്. ഇതുപോലത്തെ ഇലക്ട്രിക് അല്ലാതെ നോർമൽ ബ്രഷിന്റെ ഷേപ്പ്, നോർമൽ ബ്രഷിന്റെ ഷേപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് റൗണ്ടിൽ തെറിപ്പിക്കില്ല എന്നാണ് അവർ പറയുന്നത്. അതായത് 400 യൂറോ വരുന്ന റേഞ്ചിന് വരുന്ന അതേ ഫെസിലിറ്റീസ് ഇതിന് ഫിലിപ്സിന്റെ ഇതിനകത്തുണ്ടെന്നാണ് പറഞ്ഞത്. അത് 2 ഒന്ന് പപ്പയ്ക്ക് വാങ്ങിച്ചു, ഒന്ന് മമ്മിക്ക് ഗുളിക മോനെ. ഇത് പ്രഗ്നൻസിയിലും നമ്മളിവിടെ മൾട്ടിവിറ്റമിൻ എടുക്കും, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ സമയത്ത് മൾട്ടിവിറ്റമിൻ എടുക്കും കേട്ടോ. റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, അതിന്റെ മൾട്ടിവിറ്റമിനോ ഒരെണ്ണം ഉണ്ടായിരുന്നു കാൽഷ്യത്തിന്റെ. പിന്നെ കാൽഷ്യം നമ്മൾ നോർമൽ പ്ലെയിൻ കാൽഷ്യം ആയിരുന്നു നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ അതിൻ്റെ അകത്ത് വൈറ്റമിൻ ഡിയും മഗ്നീഷ്യവും അങ്ങനെയുള്ള സംഭവങ്ങൾ, വിറ്റമിൻ കെ ഒക്കെ കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വൈറ്റമിൻ ഡിയും മഗ്നീഷ്യം ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് കൊണ്ട് അതെല്ലാം ഈ ടാബ്ലറ്റിലുണ്ട്. ഡോസിലും വലിയ സെയിം 500 mg തന്നെ കാൽഷ്യത്തിനുണ്ട്. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, ഇതും എടുത്തു. അങ്ങനെ ഇന്ന് മുഴുവൻ മെഡിസിനും പർച്ചേസിംഗും ഒക്കെ ആയിട്ട് നമ്മൾ എത്തിപ്പോ ഒരു സമയം. അതെ, ഇനി മാള് ഇതില് ഹാപ്പി അല്ല. അപ്പൊ മാള് പോയിട്ട് മാള് ഹാപ്പിയാണ്, പക്ഷെ പപ്പ ഹാപ്പി അല്ല. അതുകൊണ്ട് പോയിട്ട് കുറച്ചുകൂടെ സൈസ് ഉള്ള ബാഗ് ഉണ്ടോ നോക്കാനായിട്ട് കടയിൽ പോവല്ലേ. എടുത്തിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സെയിം ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പോയി നോക്കും മാള്, നല്ലതുണ്ടെങ്കിൽ വലുതുണ്ടെങ്കിൽ എടുക്കുക. എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാം. അക്കാഞ്ചീസ് ഇന്നലെ ഉണ്ടാക്കിയതിന്റെ ഇരിപ്പുണ്ട്, അപ്പൊ അത് കഴിച്ചിട്ട് പോവാം. ചക്കി വന്നില്ല കേട്ടോ, ചക്കി വരാൻ പോകുന്നുള്ളേ. ചക്കി 3 മണിയാവും, ഫ്രണ്ടിന്റെ അടുത്താണ്. 1 hour. നമ്മള് 2 മണിക്ക് ചക്കി ക്ലാസ് കഴിഞ്ഞു, 3 മണിയാവുമ്പോൾ പക്ഷെ നമ്മൾ വിചാരിച്ചിരുന്നു ആദ്യം പപ്പ മമ്മി ഇത് യൂസ് ചെയ്ത് നോക്കാം, എന്നിട്ട് റൗണ്ട് ആണോ നല്ലത് ഓവൽ ആണോ നോക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോന്നും മേടിക്കാന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. എനിക്ക് ഇലക്ട്രിക് പണ്ടേ പറഞ്ഞിട്ടുള്ള ബിക്കോസ് എനിക്ക് വയ്യ ഇതുപോലെ ചെയ്തോണ്ടിരുന്നാൽ. അത് വയ്യാന്നുള്ളത് കൊണ്ടല്ല ഇലക്ട്രിക് ബ്രഷ് യൂസ് ചെയ്യുന്നത്, അത് കൂടുതല് നമ്മള് നല്ല ഡീപ്ലി ക്ലീൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാ ആഡില് മറ്റേ എന്തോ അവർ കുറച്ചുകൂടി ഡയറക്റ്റ് ആക്കുകയുടെ അകത്ത് ഇടൂലേ. എന്നിട്ട് തന്നെ ഇട്ടിട്ട് AI യൂസ് ചെയ്തിട്ട് അത് എടുത്തിട്ട് വൈഡ് അകത്ത് അത് പ്രസ് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി ബ്രഷ് ആണ്. എന്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. എത്ര ദിവസം ചാർജ് ചെയ്യിക്കത് ചോദിച്ചില്ല കേട്ടോ.
ഇത് C3. അത് ഓർമ്മ നമുക്ക് കിട്ടിയോളോ? എന്തോ ഓർമ്മ കിട്ടിയോളോ? ആ ഒരു ഹെഡേ വരുള്ളൂ ഇതിന്റെ കൂട്ടത്തില്. എല്ലാം ഇട്ടോണ്ട് പോവാനോ? ആ ഓക്കെ, ഇതിനുണ്ട് കേട്ടോ, ചാർജിങ് സ്റ്റാൻഡ് ഉണ്ട്. ഞാൻ വിചാരിക്കുകയും ചെയ്തു, ഓ ഇത് നല്ല കാര്യം, അപ്പൊ നമുക്ക് വാഷ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഈ സംഭവം ഊരി വാഷ് ചെയ്താൽ മതി. മറ്റേതാ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെക്കുന്നതാണോ? അത് ആ ബോക്സ് മാഗ്നറ്റ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെക്കുന്നതാണോ ആ ബോക്സ്? ട്രാവൽ ഈ സാധനം എന്താ? ഇലക്ട്രിക് ആണോ? അതിൽ ചാർജ് ചെയ്യാം? അല്ല, ഇതിൽ ചാർജ് ചെയ്യുന്നില്ല, ഇത് ജസ്റ്റ് ബോക്സ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ബോക്സ് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ബാക്ടീരിയ വരുന്നുണ്ട്. എന്തോ പഴയ മോഡലിൽ താഴത്തെ ക്ലീൻ ചെയ്യാൻ പാടില്ലായിരുന്നു ഈ പാർട്ട്. അത് അതിൻ്റെ അകത്ത് ഇൻബിൽറ്റ് ആയതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. പക്ഷെ ഇത് ഓൾറെഡി നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്യാവുന്ന ടൈപ്പാണ്. മറ്റേ അത് ഊരിയിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കി. മറ്റേത് വട്ടത്തിൽ കറങ്ങുമല്ലായിരുന്നോ? അതെങ്ങനെ മൂവ് ചെയ്യുന്നത്? ഫ്രണ്ടിൽ താഴത്തേക്ക്. ഓക്കെ, ഇങ്ങനെ എന്നെ ചെയ്തേ ഫണ്ണ. ഓർഡർ ചെയ്ത സാധനം പെട്ടിക്കകത്താക്കി ചെറുതായിട്ട് കൊണ്ടുവന്നു. 6 പേരുടെ പെട്ടി വന്നിട്ടും നമുക്ക് എല്ലാം കൊണ്ടുവരാൻ പറ്റിയില്ല. 23 കിലോ വെച്ച് ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ ഉടുപ്പും ചെരുപ്പും കയറി സ്ഥലം തീർന്നുപോയി. അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടല്ലേ. നമ്മളൊന്നും ചെയ്യാണ്ടാട്ടോ, പെട്ടെന്ന് ഒരു പ്ലാസ്റ്റിക് കവറിനകത്തിട്ട് ജസ്റ്റ് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ അവരുടെ കയ്യിലോട്ട് പെറുക്കി കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. അവർ തന്നെയാണ് ഇതെല്ലാം റാപ്പ് ചെയ്ത്. നമുക്ക് അറിയത്തില്ല എങ്ങനെയാ റാപ്പ് ചെയ്തേക്കണേ. നമ്മൾ പാക്ക് ചെയ്തതല്ല, അവര് പാക്ക് ചെയ്തേക്കുന്നതാണ്. നോക്കിയാലോ? നോക്കാം. അപ്പൊ ഇങ്ങനെ 2 ബോക്സ് ആണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ അയപ്പിച്ചത് കിച്ചണിലുണ്ട്. നമ്മളെ കോതമംഗലത്ത് അല്ല ചെക്കോ ഊന്നുകല്ലിൽ കൊണ്ടുവന്ന് നമ്മളെ സാധനങ്ങൾ വെച്ചു. അവരുടെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് ഇട്ട് വെച്ചു. അവര് വന്ന് എടുത്തോണ്ട് പോയി. നമ്മള് പോകുന്നത് രാത്രി നെക്സ്റ്റ് ഡേ തന്നെ രാവിലെ അവര് എടുത്തോണ്ട് പോയിട്ടോ. റീഗൽ ജോൺസ് വഴിയാണ് നമ്മൾ അയച്ചത്. അവരെല്ലായിടത്തേക്ക് അയക്കുന്നുണ്ട്. നമ്മൾ എന്നിട്ട് കറക്റ്റ് 15-ാം ദിവസം അല്ലേ? 15-ാം ദിവസം ഇതിന്റെ അകത്ത് എന്നായിരിക്കും വിചാരിക്കണേ. വിചാരിച്ച എന്തോ വലിയ പ്രതീക്ഷയോട് കൂടിയാ പറഞ്ഞത്. ഒരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. എനിക്ക് തോന്നുന്നു നമ്മള് കൊടുത്തിട്ട സാധനങ്ങൾ മാത്രമേ ഇതിലുള്ള സർപ്രൈസ് ആയിട്ടൊന്നും വെച്ചിട്ടില്ല. കൊറേ ജോലിക്ക് ഇട്ടാ തുണി. അയ്യോ, ഹാർഡ് വർക്കിനേക്കാളും സ്മാർട്ട് വർക്ക് ചൂസ് ചെയ്യാണ്. പാക്കിങ് അല്ലേ? എനിക്കറിയില്ല കൊറേ സാധനം റാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് സേഫ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആഗ്രഹിച്ചു വാങ്ങിച്ചൊരു സാധനം ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ അകത്താ? ഇതിന്റെ തന്നെ ആഗ്രഹിച്ചു വാങ്ങിച്ചോളെ അതുണ്ട്. അല്ല ഇതാണോ ഓൾഡറമ്മോ മഗ്ഗോ അതുമില്ലാണോ? അതിങ്ങനെ പാഴ്സനകത്ത് കൊടുത്തുവിടാൻ പാടില്ലല്ലോ. ഇല്ലോ, എനിക്കറിയത്തില്ല. അതായത് ഇവിടെ നമുക്ക് ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല സംഭവമാണ്. കിട്ടാത്തൊരു സംഭവമാണ്. പിന്നെ ഡെയിലി യൂസിന് ഇത് ചെയ്യുന്നതാണോ? അതെയോ? ഏതാണേ? ഡെയിലി യൂസിനല്ല, നമുക്ക് വെള്ളം. ഞാൻ ആഗ്രഹിച്ചൊരു സാധനം പൊട്ടാതെ കിട്ടണേന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അതിന്റെ അടപ്പൊന്ന് കൊണ്ടുവന്നു. എനിക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ? ഓരോന്നും പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേ ഉടുപ്പ് ഇത് ഇത്ര വീതി കുറവായിരുന്നോ? അയ്യേ ഓർഡർ ചെയ്ത് കണ്ടുപോയില്ലായിരുന്നല്ലോ. അയ്യേ മതി. വെക്കുമോനെ അത് അതൊക്കെ കൊണ്ടുവന്നേ. ദൈവമേ, എനിക്ക് തോന്നുന്നു അവിടെ വേണ്ടാതെ വെച്ചിരുന്ന എല്ലാം തോന്നുന്നു മമ്മി എടുത്ത് കൊടുത്തു വിട്ടത്. അല്ല, ഞാനായിരുന്നു എടുത്ത് വെച്ചത് തോന്നുന്നു. വേണ്ടാത്തയാണോ വേണ്ടിയതാണോ? പോരാ നേരത്ത് തിരക്ക് പിടിച്ച് ഓടുന്നപ്പോ എനിക്കവിടെ വേണ്ടാതെ വെച്ചിട്ട് തുണികളൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു വിട്ടേക്കുന്നത്. പമ്പ് ചെയ്യണത്. ഓക്കെ, അത് പൊട്ടിക്കണവനെ. ആക്ച്വലി നല്ലൊരു ഒത്തിരി ആഗ്രഹിച്ച് ഓർഡർ ചെയ്തൊരു സാധനം കേട്ടോ. മറ്റേ നമ്മളെ കട്ടിംഗ് പാഡില്ലേ, അതാണിത്. പക്ഷെ അതെന്നെ ഇങ്ങനെ ഇരിക്കണേന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കട്ടിംഗ് പാഡിന് ഒരു സ്റ്റാൻഡേർഡ് സൈസ് വേണ്ട. അതായത് നമ്മള് പോരുന്നതിന് മുമ്പല്ലേ നമുക്ക് കിട്ടിയത് ഇത്. അതായത് ആമസോണിൽ ഓർഡർ ചെയ്ത് അല്ലേ? നമ്മള് പോന്നു കഴിഞ്ഞിട്ടാണ് ആമസോൺ വെബ്സൈറ്റിൽ വാങ്ങിച്ചു. നമ്മൾ ഹൈ റേഞ്ചിൽ നിന്ന് പോരുന്ന ദിവസം ഉച്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മെസ്സേജ് വരുന്നത് ഹൈ റേഞ്ചിൽ എത്തിയെന്ന്. പിന്നെ നമുക്ക് ഹൈ റേഞ്ചിലോട്ട് തിരിച്ചു പോകാൻ പറ്റില്ലായിരുന്നു. നമ്മൾ പോന്നോണ്ടിരിക്കുകയല്ലായിരുന്നു. അപ്പൊ നമ്മള് ഇങ്ങനെ കസിന്റെ അടുത്ത് ചോദിച്ചിട്ട് അത് ഊന്നയിലോട്ട് കൊടുത്തുവിടാൻ പറഞ്ഞു അല്ലേ? ലോക തോൽവി എന്ന് പറഞ്ഞാൽ ലോക തോൽവി. കെമിക്കൽ ജോയിനിങ് ഒന്നും ഇല്ലാണ്ട് കട്ടിംഗ് ബോർഡാണ്, സിംഗിൾ വുഡ് ആണ്. പക്ഷെ ഇതിന് തീരെ വീതിയില്ല കേട്ടോ.
ഞാൻ വിചാരിച്ചു ഇതിനൊരു സ്റ്റാൻഡേർഡ് വീതി ഉണ്ടാവും. സാർ നമ്മളൊരു ചിക്കു അതിന്റെ മെഷർമെന്റ് നോക്കാണ്ടാണ് ഓർഡർ ചെയ്തത്. പ്ലീസ് എനിക്ക് ഇനി ബാക്കി ഓപ്പൺ ചെയ്യാൻ. അതായത് പുളിമുട്ടി തന്നെയല്ലേ ചിക്കു? പുളിമുട്ടി എന്നാണ് അവർ പറയണത്. ഇത് പൂത്തേപ്പനെയാണോ അതെയോ അതിന്റെ ഡിസൈൻ ആണോ? ഡിസൈനാ മമ്മ. ആരാക്കും പൂത്തത് തരണേ ഇവിടെ? ഡിസൈൻ ആണോ? നല്ലൊരു പൂത്താന്ന് തോന്നുന്നു. നല്ല ഡിസൈൻ ആണ്. ആണോ? ശരിയല്ലേ? ഓ അല്ലി ചെയ്ത് പൂത്തിട്ടുണ്ട്. അത് തടി ഇത്ര ദിവസം മതി തന്നെ അങ്ങനെ പൂക്കുന്ന സാധനമാണോ? മണം നോക്കണേ. അങ്ങനെ ഒരു തോൽവി കൂടി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ചിക്കു. പക്ഷേ സാറിന്റെ കട്ടിങ്ങിന് അവരിത് ഇത് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്യത്തില്ലേ? ആർക്കറിയാം. കഷ്ടമായിട്ടില്ല തമ്പുരാനും കൂടെ. ഇത് തീരെ കുഞ്ഞാട്ടോ, തീരെ കുഞ്ഞ്. ഒരു കത്തിയുടെ അത് ഇതിന്റെ അത്രമേ ചെറിയ സാധനം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തോൽവി ആയിപ്പോയി. ഞാൻ കൈ കഴിട്ടത് മുഴുവൻ പൂത്തട്ടുണ്ട്. അത് പോയില്ലേ? അല്ല സംഭവം ശരിയാണ്. അതിൻ്റെ അകത്ത് നമ്മള് ക്ലീൻ വുഡാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് പിന്നെ വുഡിന്റെ സാധനമെല്ലാം നമ്മൾ കുറച്ച് ഓയിൽ ചെയ്ത് ഉണങ്ങി കഴിയുമ്പോൾ ഓയിൽ തേച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്താൽ ക്ലീൻ ആയിട്ട് ഇരുന്നോളൂ. കുഴപ്പമില്ല. പക്ഷെ നല്ല എനിക്കെന്നു വെച്ചാൽ വീതി ഒത്തിരി കുറഞ്ഞു പോയി. കഷ്ടമായി പോട്ടെ. പിന്നെ എന്നിട്ട് ദൈവമേ എനിക്ക് വേണ്ടാത്ത ടോപ്പൊക്കെയാണ്. ഒന്നുമില്ല, ഞാൻ എന്റെ ഭരണിയാണ് നോക്കുന്നത്. ഭരണി പൊട്ടിയിട്ടുണ്ടോന്നാ? അത് ഭരണിയാ, അത് പൊട്ടത്തില്ല. കാരണം അത്ര പെരൽ സെറ്റപ്പ് പാക്കിംഗ് ആയിരുന്നു. പാക്കിംഗ് ആണ്. ഇത് ഭരണിയാണോന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഈ ഇതിന്റെ ഒക്കെ ഭയങ്കര ഇതുണ്ടോ? ഇങ്ങനത്തെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്ര നല്ല കിടു പാക്കിംഗ് ആയിരുന്നു. നമുക്ക് ചട്ടിയൊക്കെ കൊടുത്തുവിടായിരുന്നല്ലേ? നമ്മള് പാക്ക് ചെയ്ത് ഇത്ര വാക്കിയാവത്തില്ല. നല്ല പെർഫെക്റ്റ് പാക്കിംഗ് ആട്ടോ. അതെന്തിനുള്ള ഭരണിയായിരുന്നു? 2 വലിയ സൈസ് ഭരണിയുണ്ട്. അല്ലെ പർപ്പസ് ഉണ്ടായിരുന്നു ഉദ്ദേശിച്ചത്. മറ്റേ ഒരു ഭരണി പോലും പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആരോഗ്യസ്ഥിതി മാറിയിരിക്കുകയാണ്. കുറവാണ്, വൈറ്റമിൻ ഒക്കെ കുറവാണ്. ഇതേപോലെ തിന്നിട്ട് ഇനിയും കുറവാ, കൂടുതലായിരിക്കും അല്ലേ? അങ്ങനെ വേണ്ട, ഒരു കുഴപ്പമില്ലാണ്ട് വേണ്ട അടുത്തത് കിട്ടിയിട്ടുണ്ട്. അതായത് 170 രൂപയുടെ ഭരണി കൊണ്ടുവരാൻ മുളക്കിയേക്കുന്ന കാശ് എത്രയാ? അതെ. പക്ഷെ എന്നാലും ഭരണിയൊക്കെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ നാടൻ സാധനം എന്നൊക്കെ പറയണത് ഭയങ്കര സ്പെഷ്യൽ അല്ലേ? ഒത്തിരി വെറൈറ്റി ഉണ്ട്. അതായത് പ്രിന്റഡ് ആയിട്ടുള്ളതും ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള കുറെ ഉണ്ടായിരുന്നു. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ സാധനമല്ലേ? അപ്പം നമുക്ക് പക്ഷെ ഇത് മതിയായിരുന്നു. അവർക്ക് നല്ലതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കാണിക്കുകയൊക്കെ ചെയ്താട്ടോ. നമുക്ക് വേണ്ടിയത് നമ്മുടെ ആ ഒരു തനിമ നൊസ്റ്റാൾജി ഐറ്റംസ് ആയിരുന്നു. ഒന്നുമില്ലടാ, വേറെ ഒന്നുമില്ല. ജോണിക്കുട്ടി എന്തോ കാര്യമായിട്ട് പ്രതീക്ഷിച്ചു. പക്ഷെ ഭരണി എന്തോ ഒരെണ്ണം പിള്ളേരെ അവിടെ വെച്ചിട്ട് പോകുന്നു പറഞ്ഞ. ആക്ച്വലി ഇവിടെ ഒരു കുഞ്ഞു ഭരണി ഉണ്ടായിരുന്നു, ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്ന ഒരു ഭരണി. അത് ഞാൻ അടുക്കള സാമ്രാജ്യം കൈമാറിയ നേരത്ത് പ്രഗ്നന്റ് ആയിട്ട് കുഞ്ഞാവയൊക്കെ ഉണ്ടായി കിടന്ന സമയത്ത് ഇവിടെ ചിലർ അടുക്കള ഭരണം ഏറ്റെടുത്തു. എന്തോ കാണിച്ച് എന്റെ വക്ക് പൊട്ടിച്ചു കളഞ്ഞു. പക്ഷെ അത് ഞാനൊരു ലോട്ടറി ആയിട്ട് കണ്ടു. ആ ഒറ്റ പേരിൽ ഒരു കുഞ്ഞ് ഭരണിയുടെ വക്ക് പൊട്ടിയതിന്റെ പേരിൽ എനിക്കിപ്പോ നല്ല മുഴുത്ത ഭരണിയും 3 ഭരണി കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇവനാണ് പൊട്ടിച്ച. പക്ഷെ എന്ത് പെർഫെക്റ്റ് ഇത് നോക്ക്. കറക്റ്റ് ആയിട്ട് വക്കിരിക്കാൻ പാകത്തിന് അല്ലേ? ഒരു കുഞ്ഞു ഭരണി ഞാൻ പൊട്ടിച്ചാലെന്നാ കിട്ടിയില്ലേ? 3 വെറൈറ്റി ഭരണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതാണ് സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം സ്ത്രീകളുടെ അടുക്കളയിൽ പെരുമാറാൻ. ഒരു പിന്നെ അയച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വലിപ്പമുള്ളതാണ്. സൈസ് നോക്കാണ്ട് ഓർഡർ ചെയ്തിട്ടില്ലേ? 2 വന്നതേ ആലോചിച്ചു. സെയിം സൈസ് നമ്മൾ 2 ഓർഡർ ചെയ്തായിരുന്നോ? ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഇപ്പൊ അത് പൊട്ടിക്കേണ്ടത് അത് അതൊക്കെ കഴിയാൻ പൊട്ടിച്ചാൽ പൂത്തു പോത്തേ ഉള്ളൂ. അതെന്നെ പൊട്ടിച്ചാൽ തന്നെ. അതന്നെ ചിക്കു ചട്ടിയാണോ? ഒരു ചട്ടിയും കലവും. അതായത് അതെന്റെ കാസ്റ്റേന്റെ അല്ലായിരുന്നോ? അതെന്നായിരുന്നു? ശരിയാണല്ലോ, ഞാൻ നോക്കട്ടെ. രണ്ടാം എനിക്ക് ഓർമ്മയില്ല. അതെ അതെ അതെ, നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി. നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്നത് അത് അലുമിനിയം ആയിരുന്നോ?
പക്ഷെ അതെന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അതൊരു കറുത്ത ഒരു ഡെസർട്ട് അല്ലേ? കറുത്തതുമല്ല, അതിൽ ഒരുമാതിരി ആ ഓയിലിന്റെ ഒക്കെ കറ പോലെ വന്നിട്ട് അത് എന്നെല്ലാം കാണിച്ച് വാഷ് ചെയ്തിട്ടത് ക്ലീൻ ആവുന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ വിചാരിച്ചു ഈ കാസ്റ്റേർഡൊക്കെ മറ്റേ ബ്രാസിന്റെ ചട്ടിയാട്ടോ നമ്മൾ നോക്കിയത്. ബ്രാസിന്റെ ചട്ടി അടിപൊളിയായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്ത് 5 എണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, 5 കുഞ്ഞു ഉണ്ണിയപ്പം. അപ്പൊ അത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ വലിയ ഫാമിലിക്ക് 5 എണ്ണം എന്ന് പറയുന്നത് കുറെ നേരത്തെ പണിയാണ്. ഇല്ല, ആയിട്ടില്ല. ചക്കി വന്നോളും, തന്നെ വന്നോളും. അപ്പം കാസ്റ്റേണിന്റെ ആവുമ്പോ എന്താ വെച്ചാൽ നമ്മൾ കുറെ നാൾ ഉപയോഗിക്കുമ്പം അതിനൊരു മിനുസം കൂടി വരുമല്ലേ ഉള്ളൂ. ഉപയോഗിക്കുന്തോറും അതിന്റെ ആ ഒരു ഇത് കൂടി വരുമല്ലേ. അപ്പൊ അതുകൊണ്ട് അതിന്റെയാണ് ഇപ്പൊ നമ്മൾ ഉണ്ണിയപ്പച്ചട്ടി വാങ്ങിയിരിക്കുന്നത്. ഇതിന്റെ അകത്ത് 3, 6, 8, 9 എണ്ണം. അതാവുമ്പോ അധികം നേരം ഉണ്ടാക്കണ്ട അല്ലേ? 9 എണ്ണത്തിന്റെ കുഴിയാട്ടോ ഇതില്. നല്ലതായിട്ട് ഇനി ഇത് മയക്കി എടുക്കണം. ആണോ? ഓ യാ, ബീച്ച് ബോയ് അല്ലേ? അല്ല, ഇതൊന്നും ഇല്ലാത്ത മലയാളിയുടെ അടുക്കള ഉണ്ടാവുമെന്ന്. അത് ഞാൻ കൊണ്ടുവന്ന ഒരു സ്റ്റൗ ആണ്. നമ്മുടെ ഉരുളി എപ്പോഴും നമുക്ക് തീ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലീൻ ചെയ്ത് പാടായതുകൊണ്ട് ഞാനൊരു ടൈപ്പ് ഹൈ പ്രഷറിന്റെ സ്റ്റൗ കൊണ്ടതാണ്. അത് സെറ്റ് ആവും നോക്കണം. അതാണ് പൊട്ടിക്കണം. അത് ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയോ? പൊട്ടിക്കണ്ടായിരിക്കും, അതാണ് വെച്ചാൽ മതി. പിന്നെ നാട്ടിൽ നിന്ന് നമ്മൾ ശർക്കര സാധാരണ ഇതിൽ കൊണ്ടുവന്ന കുറച്ച് കൊണ്ടുവന്നായിരുന്നു. അത് ശർക്കരയുടെ പൊടിയാണ് നമ്മൾ കൊണ്ടുവന്നത് അല്ലേ? ഇത് ശർക്കരയല്ലേ? അതല്ല ശർക്കര, ശർക്കര പൊടി മറ്റേ ഉണ്ടായിട്ടുള്ളത് നമ്മൾ കൊണ്ടുവന്നായിരുന്നല്ലോ. അതെന്നായിരുന്നു? വീട്ടിൽ വെച്ച് വെയിറ്റ് നോക്കിയപ്പോഴേ മറ്റേ ഒരു കുറച്ച് വെയിറ്റ് നമ്മൾ എടുത്ത് മാറ്റണമായിരുന്നു നമ്മുടെ. അപ്പൊ ഈ സൈഡത്തെ കളിയിലൂടെ ഇങ്ങനെ റാഗിയൊക്കെ ഇങ്ങനെ ഇത് ചെയ്ത് റാപ്പ് ചെയ്തിട്ടേക്കുന്നൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ അതാണ് ഇത് റാഗിയത്. ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ശർക്കരയാണ്. അപ്പം ഇത് കുറച്ച് പൊടിയായിട്ടുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് പൊടി പിന്നെ പെട്ടെന്ന് കേടായി പോകത്തില്ല എന്നുള്ളതുകൊണ്ട് ശർക്കര എത്രയല്ല ഇത് ഓർമ്മ എത്രയും 1/2 കിലോയോ അല്ല 750 പിന്നെ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടൊരു സാധനം ഉണ്ടേ. ഇതെന്താന്നുള്ളത് സംഭവം അങ്ങനെയൊക്കെ ആരെങ്കിലും വട്ട് കാണിക്കുക അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറെ തപ്പി നോക്കി, ഫിൻലൻഡിലും അതുപോലെ ഇവിടുത്തെ സൈറ്റുകളിലൊക്കെ തപ്പി നോക്കി കിട്ടിയില്ല. നാട്ടിലാണെങ്കിൽ എത്ര കട കയറിയെന്നറിയാം, ഒത്തിരി സ്പോർട്സിന്റെ ഷോപ്പുകളിൽ കയറിയാണെങ്കിൽ കിട്ടാത്ത സാധനം ലാസ്റ്റ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഈ സാധനം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇത് എത്ര കിലോ പറയാൻ പറ്റുമോ? ഇത് 15 കിലോ വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. പക്ഷെ മമ്മയ്ക്ക് പൊക്കാൻ പറ്റുന്നില്ല, അന്യായ വെയിറ്റ്. അത് ഷോൾഡർ ഒടിഞ്ഞു പോകും. ഇത് പറയാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. അതെ, എന്നിട്ടൊരു കറക്കും ആരോഗ്യപരമായിട്ടൊന്ന് ജീവിക്കാൻ വേണ്ടിട്ട്. എനിക്ക് വയ്യ. അതെന്തായിരിക്കുമല്ലോ അപ്പൊ സംഭവം. ഇതാ ഹനുമാന്റെ കഥ. ഇത് വെച്ചൊരു ഷോർട്സ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് ഇപ്പം നമ്മുടെ ഇവിടുത്തെ എക്സസൈസ് ചെയ്യുന്ന സ്ഥലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷെ പണ്ട് ഞാൻ കോയമ്പത്തൂരൊക്കെ ആയിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ വെച്ച് ചെയ്യായിരുന്നു എന്നല്ല പറഞ്ഞ. എക്സസൈസ് ചെയ്യായിരുന്നു. തമിഴ്നാട്ടിലൊക്കെ കൂടുതൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. പഴയ ജിമ്മുകളുണ്ട് നമ്മുടെ നാട്ടില്. അതുപോലെ ഹിന്ദി സിനിമയിലും ചില ഇങ്ങനെ ക്ലാസിക് മൂവികളിലൊക്കെ അതിങ്ങനെ കാണാം. സംഭവം വേറെ ഒന്നല്ല, കർലക്കട്ടായി ക്ലബൽ എന്ന് പറയും, പിന്നെ മഗ്ദാർ എന്ന് പറയും, അങ്ങനെ പല പേരുണ്ട്. ഈ സാധനം ആണ് നമ്മുടെ ഈ ട്രിപ്പിലെ. പിന്നെ പക്ഷെ ഒരു ഇച്ചിരിയുടെ വെയിറ്റ് കുറഞ്ഞായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞ ഇച്ചാൻ ഇങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നു. എനിക്കായിരുന്നു ഇത് കറക്കാൻ വേണ്ടത്. അവസാനം ഇച്ചാൻ എനിക്ക് ലാസ്റ്റ് 8ന്റെ പണി വന്നു. വെയിറ്റ് കുറഞ്ഞ സാധനം ഞാൻ പറഞ്ഞു 7-8 കിലോയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും പുള്ളി 15 കിലോ ഓർഡർ ചെയ്തേക്കുന്നു. ഇനി ഞാൻ എങ്ങനെ എടുത്തിട്ട് കറക്കും? പിന്നെ ഞാൻ ഈ സ്റ്റൗ കൂടെ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കണം. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഒത്തിരി പേരൊക്കെ പൊടി കുക്ക് ചെയ്യാനൊക്കെ പോവാണെങ്കിൽ ഉപയോഗിക്കാലോ എന്ന് ഓർത്തിട്ടാണ് ഈ ടൈപ്പ് ചെറിയ ഹൈ പ്രഷറിന്റെ സ്റ്റൗ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് റെഗുലേറ്റർ ഞാൻ അവിടുത്തെ എടുത്തു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ സിലിണ്ടറിന് റെഗുലേറ്റർ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഒരു റെഗുലേറ്റർ വാങ്ങണം. പിന്നെ അതിൻ്റെ ഒരു അഡാപ്റ്റർ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ വന്നത്. എനിക്ക് സംശയം ഉള്ളതെന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഉരുളി ഇതിനകത്താകുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. നമ്മുടെ കടി കൊണ്ട് മറ്റേ എപ്പോൾ കഴുകി കഴിഞ്ഞാൽ കുഴപ്പമൊന്നും മറ്റേ കഴുകി വെച്ച് കഴിഞ്ഞാൽ കഴുകെടുക്കൽ ഭയങ്കര ഹാർഡാണ്. ഇതിനേക്കാൾ വലിയ സ്റ്റവ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ കൂടെ കയറില്ലേ. ചക്കീനെ വാച്ച് കളിക്കാൻ പോകണോ? ചക്കി വന്നതിന്റെ എക്സൈറ്റ്മെന്റ് കാണുന്നത്. ചക്കി ചുണ്ടിക്ക് വാച്ച് കിട്ടി. മമ്മിക്ക് പപ്പിക്ക് ഇലക്ട്രിക് ടൂത്ത് ബ്രഷ്.
എനിക്ക് എന്റെ ബാഗ് കിട്ടി. ഓ എങ്ങനെ ഉണ്ടായിരുന്നു ചെക്കിന്റെ സ്കൂള്? ചക്കിക്ക് വാശിന്റെ ആവശ്യമില്ലാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കിക്ക് ഫോണുണ്ട്, അതുകൊണ്ട് അല്ലേ. അതുകൊണ്ടാണ് നമ്മള്. അയ്യോ പീക്കിരി എന്നാ ചെയ്യും അതിന്റെ ഇടയിലൂടെ പോയിട്ട്? ചക്കിക്ക് കഴിഞ്ഞ ആഴ്ച നമ്മള് പുതിയ ബാഗ് വാങ്ങിച്ചേ. അവന്റെ കയ്യേല് ജസ്റ്റ് എന്നാ വൈപ്പ് വെച്ച് തുടച്ചേരട്ടോപ്പാ. ഉടുപ്പൊക്കെ മാറി കയ്യൊക്കെ കഴിയിട്ട് വാ, നമ്മുടെ മാക്ക് ആൻഡ് ചീസ് കഴിക്കാം. നല്ല പ്ലം കേക്ക് ഒന്നും ഓടി കള്ളി നീ ആട്ടി വയ്ക്കുമ്പോ ഇവർക്ക് വേണ്ടായിരുന്നു. ആണോ? ഓ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് കഴിക്കുമ്പോ പ്ലം കേക്കിന് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഭയങ്കര ടേസ്റ്റ് അല്ലേ? അത് പൊന്ന് എന്നാണ്ട് കിട്ടി, അത് പൊന്നിന് എന്നാണ്ട് കിട്ടി. ആ തപ്പിപ്പിടിച്ചെടുത്തു. എന്നതാ ഈ തപ്പിപ്പിടിച്ചെടുക്കുന്നേ? ഫോട്ടോ എടുക്കാൻ നല്ല വെതറായിരുന്നു. ആണോ? മഴയുള്ളോണ്ട് അല്ലേ? ഇന്നെടുക്കാൻ പോയാലോ? എടുക്കാൻ പോയാലോ? നമുക്ക് 6 മണിയാകുമ്പോഴേക്ക് ഫോട്ടോ എടുക്കായിരുന്നു. ഹോംവർക്ക് ചെയ്തോ? അതായത് നമ്മുടെ ഓണത്തിന് വാങ്ങിച്ചോണ്ട് വന്ന ഡ്രസ് ഉണ്ടായിരുന്നേ, അപ്പൊ അത് വെച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുക്കുവായിരുന്നെങ്കിൽ. ഓണം ഫോട്ടോഷൂട്ട് അല്ലേ? കൈ കഴിയിട്ട് മോളെ, ഫുഡ് കഴിക്കാം. ചെയ്തു തരാടാ. നമ്മള് പാക്ക് ചെയ്ത മറ്റൊരു പാക്ക് തന്നെ, പക്ഷെ നമ്മൾക്ക് പപ്പ മേടിച്ചിരുന്ന പോളോ മറ്റേ സ്റ്റേഷൻ അറിയില്ല, ആ നാട്ടിലാവ് അതിന് കിട്ടില്ല. സാറില്ല, അമ്മമ്മയുടെ അടുത്ത് വെച്ചേക്കാൻ പറയാം. അടുത്ത പ്രാവശ്യം അമ്മ എടുത്തോണ്ടിരാം. ആ വേറെ വേറെ മേടിക്കാലോ. ആ മാമ ചാരിറ്റി ചെയ്യും. ഇത്രയും സാധനങ്ങളാട്ടോ കൊണ്ടതുള്ളൂ. ഇത്ര സാധനങ്ങളാണെന്നൊക്കെ കൊറേ ഡ്രസ്സുകളും കൊറേ ഇത്. ഓക്കെ അല്ലേ? അതെ. പോണ് പിടിച്ചു. ഇങ്ങ് വന്നടാ. അവൻ ഫുഡ് ചൂടാക്കട്ടെ. കുറച്ച് മെസ്സി ഡേ ആട്ടോ. നമ്മള് പുറത്ത് രാവിലെ പോകാനുള്ള തിരക്കൊക്കെ കാരണം പ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യാണ്ട് മെസ്സി ഡേ ചെയ്യാനേ. ടേബിൾ ഒന്നും കാണിക്കില്ല പ്ലീസ്. ഞാനിങ്ങനെ നിറഞ്ഞു നിൽക്കും, കാണിക്കാൻ സമയമില്ല. ചക്കി എന്നാ മാക്കാൻ ചീസ് കഴിക്കുവാണ്. മാക്കാണോ മിണ്ടാണ്ടിരിക്ക. കൊച്ചിന്റെ മാക്ക് ആൻഡ് ചീസ് എന്നൊക്കെ ഒരു സ്റ്റൈല് പറയാനുള്ളതിന് മാക്കാന്നൊക്കെ പറഞ്ഞ തവളയുടെ നാട്ടിലെ മാക്കാൻ ചീസ്. പക്ഷെ നല്ല സാധനം കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളാ ഇന്നലെ ഉണ്ടാക്കിയപ്പോഴായിരുന്നു ഏറ്റവും ചീസി ആയിട്ടും കാഴ്ചയില്. ഇപ്പൊ ടേസ്റ്റ് എങ്ങനെയുണ്ട് ചക്കി? പക്ഷെ ഇന്നലെ ഉണ്ടാക്കിയപ്പോഴാണ് ചീസിനെസ് എല്ലാം നന്നായിട്ട് വന്നത് അല്ലേ? അടിപൊളി. അതായത് മാക്ക് ആൻഡ് ചീസ് നമുക്ക് ഇവിടെ മേടിക്കാൻ കിട്ടും, പക്ഷെ കൂടുതൽ ക്രീമി ഒരു മിൽക്കിന്റെ ഒരു ഇതൊക്കെയാ. അമേരിക്കൻ റെസിപ്പിയിൽ ചെയ്യുമ്പോഴാണ് നല്ല ചീസി ആയിട്ട് നമുക്ക് കിട്ടിയത്. നല്ലൊരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. കൊച്ചിത് ആക്ടിവേറ്റ് ചെയ്യണേന് ഇപ്പൊ എടുത്ത് പിടിച്ചുകൊണ്ട് നടക്കുവാണ്. അപ്പൊ ഇനി എന്നാ അടുത്ത പരിപാടി എന്നാണ്? പൊന്നോ ഓ മൈ ഗാഡ്. എന്നാന്ന് പറഞ്ഞാലും ഒക്ടോബർ 24 വരെ എനിക്ക് ഇതാണ് മെറ്റേണിറ്റി ലീവാണ്. ഒക്ടോബർ 24 കഴിയുമ്പോൾ വെക്കേഷൻ എടുക്കാൻ പോവാണ്. അപ്പം വെക്കേഷൻ എത്ര ദിവസം ഇപ്പം 10-45 ദിവസമാണ്. മൺഡേ ടു ഫ്രൈഡേ ആണ് വെക്കേഷൻ കണക്ക് കൂട്ടുന്നത്. അപ്പം 10-45-40 ദിവസത്തോളം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ചിക്കു ഡ്യൂട്ടി കയറുന്ന സമയം വരെ എനിക്ക് മെറ്റേണിറ്റി ലീവ് എടുക്കണം. കറിയെല്ലാം എടുക്കാം. എനിക്ക് 5 മാസം. ഞാൻ ഇവന് പെട്ടെന്ന് ഇച്ചിരി ഫുഡ് ഉണ്ടാക്കാം. എനിക്ക് മെറ്റേണിറ്റി ലീവ് 5 മാസം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം. ചക്കരെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് അങ്ങനെ അവന് കൊടുക്കാൻ പറ്റില്ല. കാരണം 6 മാസം കഴിയുമ്പോ തൊട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ ഉപ്പ് കൊടുക്കാൻ പാടില്ല, തൈര് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു എന്തൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ലിസ്റ്റ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം 10 മാസം കഴിയുമ്പോ തൊട്ട് നമ്മളോട് യോഗർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാൻ പറഞ്ഞു കേട്ടോ. അല്ല, ഇന്ന് ചൈൽഡ് നഴ്സ് പറഞ്ഞാണ് അങ്ങനെ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എല്ലാത്തരം ഫുഡും കൊടുക്കാൻ തുടങ്ങി. പക്ഷെ ഉപ്പിടാൻ പറ്റില്ലാത്തതുകൊണ്ട് നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് ഉപ്പ് ആഡ് ചെയ്തതിന് മുമ്പ് അവനുള്ളൊരു പോർഷൻ കുറച്ചെടുത്ത് മാറ്റി കുറച്ച് എന്താ പറയാ ലൂസായിട്ട്, ഒത്തിരി തിക്കായിട്ടല്ല, കുറച്ച് ലൂസായിട്ട് അവനെ
അരച്ചിട്ട് കൊടുക്കാൻ തുടങ്ങി. വെക്കുമ്പോഴേക്കും 2 പൊട്ടറ്റോ കഴുകി പീൽ ചെയ്യാൻ പോവാ. ഓ, നമ്മുടെ അടുക്കളയൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. പ്ലേറ്റുകളൊക്കെ മാറ്റിയാലേ ചെറുതായിട്ടൊന്ന് ഓർഗനൈസ്. അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് പൊളിച്ചു പണിയില്ലല്ലോ കേട്ടോ, ഓർഗനൈസ് ചെയ്യണം. അവന്റെ ഇതിൽ മറ്റേ പ്ലം കേക്ക് കഴിച്ചോണ്ടോ പൊട്ടിട്ട് നമ്മള് പീൽ ചെയ്തിട്ടോ ബേബിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് ഉണ്ടായിരുന്നല്ലോ, അപ്പൊ അത് കട്ട് ചെയ്തായിരുന്നു നമ്മൾ വെച്ചത്. ഇതിപ്പോ ഒരു 2 നേരത്തേക്ക് ആയതുകൊണ്ട് 2 പീസ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് 4 എണ്ണം 2 മീഡിയം സൈസ് പൊട്ടറ്റോ ഇങ്ങനെ ഒരുമിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യുക ചെയ്യണം. ഉപ്പ് ചേർക്കില്ല കേട്ടോ. പിന്നെ എക്സ്ട്രാ ഫാറ്റ് ഇതൊന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം ഫിഷിനകത്ത് ഫാറ്റ് കണ്ടന്റ് ഉണ്ടല്ലോ, അതുകൊണ്ട്. ജസ്റ്റ് പൊട്ടറ്റോയും ഫിഷും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യണേ. ഫിഷ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫിഷിന് അധികം നേരം വേവ് വേണ്ടെന്നൊക്കെ പറയും, പക്ഷെ നമ്മൾ ഒരുമിച്ചിട്ട് ബോയിൽ ചെയ്യാം. മാക്സിമം നന്നായിട്ട് കുക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ശരിക്കും ആയി കഴിയുമ്പോഴേക്കും പൊട്ടറ്റോ നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോഴേക്കും ഇതെല്ലാം കൂടെയും കൂട്ടി നമ്മളങ്ങ് അരയ്ക്കും. മിൽക്ക് കണ്ടന്റ് ഒന്നും ഇല്ലാത്ത ഒരു സ്മൂതി, ഫ്രൂട്ട്സിന്റെ ഒരു സ്മൂതി നമ്മൾ ഓൾറെഡി അവർ കൊടുത്തായിരുന്നു. അവൻ ഉറങ്ങാൻ വേണ്ടിയായിരുന്നു വഴക്കൂട്ടിക്കൊണ്ട്. ചേട്ടന്റെ മടിയിലിരുന്ന് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കുന്നുണ്ട്. ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫുഡ് റെഡി ആവും അല്ലേ? ബേബിക്ക് ഫുഡ് കൊടുക്കാം. കവള് വലിച്ചു പിടിച്ച് കഴിക്കുന്നതാ. പയ്യെ തിന്നാറുണ്ടല്ലോ, എല്ലാ കാര്യം സുഗമമായിട്ട് പോകും. അയ്യോ, എനിക്ക് എന്റെ അമ്മയെ ഇടിയർച്ച ചെയ്തതാ. അയ്യോ, കവള് കടിച്ചു. കവളിന് കട്ടി കുറവായിട്ടായിരിക്കും. ആ പ്ലം കേക്കിന്റെ ഒരു സിറ്റുവേഷൻ നോക്കണേ. നാട്ടില് വേണ്ട തിരിഞ്ഞു നോക്കാതെ കിടന്ന സംഭവം. പേപ്പറേന്ന് വരെ മാന്തി എടുത്ത കഴിക്കുന്നത് പ്ലം കേക്ക് അല്ലേ? പക്ഷെ നാട്ടിൽ നിന്ന് പോരാൻ നേരത്ത് വേണ്ട. ഓ, ഒന്നും വേണ്ട, അതൊന്നും കൊള്ളത്തില്ലെന്നേ. പക്ഷെ എന്നാലും ഇപ്രാവശ്യം 2 എണ്ണം കൊണ്ടുവരാൻ പറ്റി. അപ്പം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1 വയസ്സ് വരെ നമ്മൾ അവന് എന്ത് ഫുഡ് കൊടുത്താലും അതിന് മുമ്പ് അവന് നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 6 മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളൂ. വേറൊരു ഫുഡും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. 6 മാസത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഓരോന്നും തുടങ്ങിയേക്കുന്നത്. നമ്മളെല്ലാവർക്കും അങ്ങനെയായിരുന്നു. പക്ഷെ അതിന്റെ ഒരു മാറ്റം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അധികം പനിയോ അങ്ങനെ അസുഖങ്ങളൊന്നും അധികം ഇമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലുള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അസക്കുട്ടനും അങ്ങനെ തന്നെ ചെയ്തത്. ഇനിയിപ്പം 1 വയസ്സ് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കൊടുക്കാവുന്നത്, ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാവുന്നത്. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിന് മുമ്പും ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കും. പിന്നെ ഇച്ചിരി ലിക്വിഡി ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഒക്കെ ഇനി ഒത്തിരി ഡ്രൈ ആണെന്ന് തോന്നി നമ്മളൊരു കുറച്ച് വെള്ളം കൂട്ടി ഇത് ചെയ്യും കേട്ടോ. അതുപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസ്, ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ ഫുഡ് ഉണ്ടാക്കത്തൂല. ഏതെങ്കിലും ഇതിപ്പോൾ നോൺ വെജിനും ഫിഷ് മാത്രമേ ചേർത്തുള്ളൂ. പിന്നെ പൊട്ടറ്റോ, ചിലപ്പോൾ ക്യാരറ്റും ഇടാം, കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വെജും കൂടെ ആഡ് ചെയ്തിട്ട്. പക്ഷേ നമ്മളിപ്പം പൊട്ടറ്റോയും മീറ്റും ഇപ്പോൾ ഫിഷ് ആയതുകൊണ്ട് ഫിഷ് മാത്രം, അല്ലെങ്കിൽ ചിക്കനും പൊട്ടറ്റോയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് കൊടുക്കാം. ഹാൻഡ് ബ്ലെൻഡർ വെച്ച് നമ്മളിതിങ്ങനെ പേസ്റ്റ് ആക്കുക കേട്ടോ. പിന്നെ ലൂസാക്കണമെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം, നല്ല കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ച് ലൂസാക്കാം. പിന്നെ ചോറ് അരക്കേണ്ടവർക്ക് ചോറ് അരയ്ക്കാം പൊട്ടറ്റോയ്ക്ക് പകരം. ഇനി അതിൻ്റെ കൂടുതൽ ഇച്ചിരി ചോറ് അരക്കണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അങ്ങനെയും ചെയ്യാം. അപ്പം പിള്ളേർക്ക് അങ്ങനെ പല രീതിയിൽ നമ്മുടെ ഇഷ്ടത്തിന്. ഉപ്പ് കൊടുക്കരുതെന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ ഇതിൽ നമ്മളെ തൈര് 10 മാസം കഴിയാൻ തൈരും കൊടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ കൊടുത്തു തുടങ്ങി. കുറേ നേരം ചോദിച്ചുകൊണ്ട് നടക്കും. അപ്പം ഞാൻ ഫുഡ് ജസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ബേബി നല്ല ഉറക്കം. അപ്പം ആ ടൈമിൽ ഇവൻ്റെ ഇത് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ സ്റ്റോറി എന്നാണെന്നറിയോ? കേട്ടില്ലായിരുന്നല്ലോ. ആക്ച്വലി ഇത് ഒരു ഫാദറും സണ്ണും കൂടി ഒരു ഷോപ്പിംഗ് മാളിലൂടെ നടന്നപ്പോൾ എൻ്റെ മോനെ കാണാതെ പോയത്. കുറച്ച് നേരത്തേക്ക് മോനെ മിസ്സായി കഴിഞ്ഞപ്പോഴേക്കും ആ ഫാദർ ആകെ പാനിക്കായി വിഷമിച്ചു പോയി. കൊച്ചിന് കിട്ടി. കുറെ കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആ കൊച്ചു എവിടെയോ മിസ്സായി പോയി, കണ്ടുവെട്ടത്തിന്ന് മാറിപ്പോയി. അപ്പോൾ ഫാദർ വിചാരിച്ച് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഒക്കെ വളർന്ന് ഈ നൂറ്റാണ്ടിലും ഇങ്ങനെയൊക്കെ പോസിബിൾ ആകുമെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ ആ ഫാദറിനെ എപ്പോഴും വിഷമായി. എന്നിട്ട് ആ ഫാദർ തന്നെ സ്വയം കണ്ടുപിടിച്ചതാണ് ഈ വാച്ച്. അപ്പൊ ഈ വാച്ചിന്റെ പ്രത്യേകത അപ്പൊ ഐഫോൺ 16, ഐഫോൺ 14 അതുപോലെ ഉണ്ടല്ലോ. ഇതുപോലത്തെ നോക്ക്. ഇപ്പൊ എനിക്ക് 2 ആണ്. ഐഫോൺ 2 എക്സ്പ്ലോർ 2009 ആണ് ഏറ്റവും പുതിയത്. ഇത് രണ്ടാമത്തെ. ഓക്കെ, ഇത് രണ്ടാണ്. ഇച്ചിരി ഓൾഡ് മോഡലാന്ന് കേട്ടോ പറഞ്ഞത്. കൂസിയാണ് ഏറ്റവും ലേറ്റസ്റ്റ് എന്ന്.
പക്ഷെ ഇതിന്റെ അകത്തും സ്റ്റിൽ നല്ലതാണ്. അതിന്റെ അകത്ത് സെയിം തിങ് ഞാൻ അവരോട് ചോദിച്ചു, അതായത് ഈ നമുക്ക് വേണ്ടിയ ഓപ്ഷൻസ് ഒക്കെ ഇതിന്റെ അകത്തുണ്ടോ, എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇതൊക്കെ കോൾ ചെയ്യാൻ പറ്റും, ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും, ഇതൊക്കെ പോലീസിനെ വിളിച്ചാൽ പറ്റും, പിന്നെ സൗണ്ട് ഇടാൻ പറ്റും, പിന്നെ നടക്കാൻ പറ്റണേ നോക്ക് എത്ര ഫുട്സ് ഇന്ന് എത്ര വട്ടം നടന്നിട്ടുള്ള അതുപോലത്തെ സ്ഥലമുണ്ട്. പിന്നെ ടോർച്ചും ഉണ്ട്. ചെക്ക് എന്നാ പറഞ്ഞേ? ഹെൽത്ത് ചെക്ക് ചെയ്യണല്ലേ. അത് ഫുഡ് സ്റ്റെപ്പ് അതൊക്കെ ഉണ്ട്. അതനുസരിച്ച് പോയിന്റ് ഒക്കെ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് അവര്. അതുപോലെ എന്റെ ഫ്രണ്ട്സ് ഓരോ വട്ടം സ്കൂളിലൊക്കെ അറിയുമ്പോ അവരുടെ സ്കൂളിൽ കരയുമ്പോഴോ അല്ല സ്കൂളിലെ തീരുമ്പോ കഴിയുമ്പോൾ. ഓക്കെ. അപ്പൊ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മയും ഇത് അവരോട് ചോദിച്ചു, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മോൻ എവിടെയാണെന്ന് അറിയാൻ പറ്റുമോ, കോൾ ചെയ്യാൻ പറ്റുമോ, മെസ്സേജ് ഇടാൻ പറ്റുമോ. അപ്പൊ ആ ഇതിന്റെ ആളുണ്ടല്ലോ, സെയിൽ ചെയ്യുന്ന ആള് പറഞ്ഞതാണ് അതിന്റെ ഫാദർ ഒരു മോനെ കാണാതായപ്പം ആ വേദനയിൽ നിന്ന് ഉണ്ടാക്കിയ സംഭവമാണല്ലോ. അതുകൊണ്ട് ഏതൊരു പാരന്റ്സിന്റെയും ബേസിക് ആയിട്ടുള്ള ഫസ്റ്റ് തോട്ട് അതെന്താണ്, അതെല്ലാം ഇതിന്റെ അകത്ത് ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ബേസിക് ആവശ്യങ്ങൾ നടന്നാൽ മതിയല്ലോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫോൺ നമ്മൾ യൂസ് ചെയ്യണം. അപ്പൊ അതുവരെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നോർവേയിലെ ഒരു ഫാദർ ആട്ടോ ഇത് കണ്ടുപിടിച്ചത്. സ്റ്റെൻ കിർക്ബാക്ക് എന്നാണ് പുള്ളിയുടെ പേര്. 4 പിള്ളേരുടെ അപ്പനാണ് ഇത് കണ്ടുപിടിച്ചത്. എക്സ്പ്ലോറർ കണ്ടുപിടിച്ചത്. ഞാനൊക്കെ 4 പിള്ളേരുടെ അപ്പനാണ്, ഞാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ഇരിക്കുന്നു എന്താ ചെയ്യത്? ഇത് നോർവേയുടെ പ്രൊഡക്റ്റ്, നോർവീജിയൻ സാധനമാണിത്. ചൈനയിലാണ് ബിൽഡ് ചെയ്തത് മാത്രം. ഏറ്റവും ചെലവ് കുറച്ച് ചൈനയിലാണ് ജോണിക്കുട്ടി അസംബിൾ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും അസംബിൾ ചെയ്യുന്നത് ചൈനയിലാണ്. ഡിസൈൻ ചെയ്യുന്നത് ഏത് രാജ്യത്താണെങ്കിൽ അവർ മാത്രം ചെയ്തതിന് ശേഷം അവരെ കൊണ്ട് പ്രൊഡക്റ്റ് ചെയ്യും. അറിയില്ല എന്തിനാ ചൈനയില് ഇത്ര കുറെ ആൾക്കാർക്ക് ചൈന ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ്. ഇഷ്ടമാണോ? ചൂടില്ല. എപ്പൊ എന്റെ ചാർജർ ചെയ്തോണ്ടിരുന്നു എന്റെ വാച്ച്. ജോണിക്കുട്ടിയും മാളും ചക്കിയും കൂടെ കയ്യെ കെട്ടിയ വാച്ചൊക്കെ വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടിട്ട് അടുത്തൊരു ഷോപ്പിൽ പോവാ അല്ലേ? കടയിലുള്ള മാളുവിന്റെ കടയടുത്തല്ല, മാളുവിന്റെ സ്കൂളിന്റെ അടുത്ത്. ജാക്കറ്റ് ഇട്ടിട്ട് പോണേ, തണുപ്പുണ്ടേ. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിലെ പോയിട്ട് കെട്ടിക്കൊണ്ടിരുന്നു. ഓക്കെ പോയിട്ട് കേട്ടോ. ജാക്കറ്റ് ഇട്ടിട്ട് പോണേ, വണ്ടിക്കകത്താന്ന് തോന്നുന്നു. കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് തോന്നും, പക്ഷെ സംഭവം നല്ല ഒറിജിനൽ ചെമ്പരത്തിപ്പൂ കേട്ടോ. നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അങ്ങനെ നമ്മുടെ ചെമ്പരത്തി ഒരെണ്ണം പൂത്തു, പിന്നെ ഒരെണ്ണം ഇങ്ങനെ ബട്ടിട്ട് നിൽക്കുവാണ്. മുല്ലയാണ്, പക്ഷെ നമ്മൾ പൂത്ത് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവം മുല്ലയാണ്. പക്ഷെ അത് ഇതുവരെ പൂത്തിട്ടുമില്ല. എന്നാലും അതിന് കുറച്ച് ഇലകളൊക്കെ കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇല്ല 2022 തൊട്ടിരിക്കുന്ന ഓർക്കിഡാണ് ഇത്. അയ്യോ വേണ്ട, പിന്നെയും ഇതിൽ പൂ വന്നു. ആ പഴയ ഒരു സ്റ്റെം ഉണ്ടായിരുന്നല്ലോ ഇതിൻ്റെ, ആ പഴയ സംഭവത്തിൽ നിന്നുള്ളതാണ് ഇത്. അതേലിപ്പം ഒരു പൂവും വന്നിട്ടുണ്ട്, 2 മൊട്ട് വിട്ട് നിപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് പുതിയതൊരെണ്ണം കിളുത്ത് വന്നേക്കോട്ടോ ഈ സംഭവം. അതേൽ ഇത്രയും മുട്ടിട്ട് നിപ്പുണ്ട്. പ്ലാന്റ്സിൻ്റെ ഫെർട്ടിലൈസർ ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടുമോ? ഇങ്ങനത്തെ സ്റ്റിക്കായിട്ടുള്ളതാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ സമ്മറിൽ ഇത് മാസത്തിൽ 1 അങ്ങനെയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞത് എപ്പോഴും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ സംഭവം എന്തായാലും എഫക്റ്റീവായി. എന്നാലും നമ്മുടെ മുല്ലയ്ക്ക് മാത്രം തന്നെ അനക്കം തട്ടാത്തതെന്നാണ് വിചാരിക്കുന്നത്. അതെ അല്ലേ, ഏക്കാത്തത്. അതെ, ഞാൻ എൻ്റെ പൈസ എടുത്തിട്ട് പിന്നെ ചക്കിരിയും പൈസ എടുത്തിട്ട് മാളൂടെ അടുത്ത് പോയിട്ട് മാൾക്ക് കൊടുത്തിട്ട് നമ്മൾ മിനിമണിയിൽ പോയിട്ട് ഇർത്തറിത്ത് വാങ്ങി. ഇർത്തറിത്ത് എന്ന് പറഞ്ഞാ ഏതൊരു കുറച്ച് ക്യാൻഡീസ്, ലൂസ് ക്യാൻഡീസ് ഇങ്ങനെ മെഷർ ചെയ്ത് നമ്മൾ തൂക്കി എടുക്കുന്ന സാധനം. എന്നിട്ട് അതിനിടയ്ക്ക് 2 വട്ടെങ്കിലും മമ്മീനെ വിളിച്ചല്ലേ? മമ്മേനെ വിളിച്ചു. ഞാൻ മമ്മേനെ 2 വട്ടം വിളിച്ചു. എന്നിട്ട് മമ്മ എടുത്തില്ല. അപ്പൊ ഞാൻ പപ്പേനെ വിളിച്ചു. എന്നിട്ട് അറിയാതെ എനിക്ക് സ്പീഡ് ഹറി ആയതുകൊണ്ട് പപ്പ എന്നെ തിരിച്ച് വിളിച്ചപ്പോ ഞാൻ ഹറിയായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഒന്നടി പപ്പ വിളിച്ചപ്പോ ഞാൻ ഒന്നടി എടുത്തു. എന്നാലും സംഗതി വർക്കിംഗ് ആണ്. ഇനിയിപ്പോ സ്കൂളിൽ പോകുമ്പോ ഓക്കെ അല്ലേ? നമ്മുടെ ഒരു കുഞ്ഞു ദിവസമാണ് ഇന്ന് കാണിച്ചത്. ഇങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് അന്തവും കുന്തവും ഇല്ലാത്ത പോക്കാണ് നമ്മുടെ ഇപ്പം. ഇന്ന് പതിവില്ലാത്ത ദിവസം ഇന്നിപ്പോ രാവിലെ തിരക്കായിരുന്നു. അതെ സാധനം വന്നു, അത് പൊട്ടിച്ചു. അതിനകത്ത് ഒത്തിരി പാക്കിങ് ഒത്തിരി ഹെവി ആയിട്ട് ഇങ്ങനെ
പാക്ക് ചെയ്തേക്കുന്നത് പൊട്ടിച്ചെടുക്കൽ തന്നെ കുറച്ച് പാടായിരുന്നു. അതെ, നമ്മൾ ഇതിനിടയ്ക്ക് ഒരു 2-3 വീഡിയോ എങ്കിലും നമ്മളൊരു ഓൾമോസ്റ്റ് പകുതി വഴിക്ക് ചെയ്തിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ മറന്നുപോയി ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ ചെയ്യാനുള്ള ഒരു ആഗ്രഹം കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും മാത്രമാണ്. എപ്പോഴും അന്വേഷിക്കുന്നതും അല്ലെങ്കിൽ നല്ല നല്ല അല്ലേ സ്നേഹത്തോടെയുള്ള കമൻ്റ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം നമുക്കതൊരു മോട്ടിവേഷൻ കൂടി കേട്ടോ. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. എല്ലാ കമൻസും വായിക്കാറുണ്ട്, കഴിവതും നമ്മൾ അതിനൊക്കെ റിയാക്ഷൻ തരാറുണ്ട്. അപ്പം അല്ലേ എന്നെ ജോൺകുട്ടി എന്നെ പറഞ്ഞ ജോണിക്കുട്ടി ഭയങ്കര ആക്റ്റീവ് ആയിട്ട്. സാധാരണ എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് ഡേ കെയറിലൊക്കെ കൈ കടിച്ചു തിന്നുവോ? ഡേ കെയറിലൊക്കെ പോകുന്ന സമയത്തുണ്ടല്ലോ ജോണിക്കുട്ടിനെ രാവിലെ വിളിച്ചെണീപ്പിക്കണം. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് 3 പേരും തന്നെ നേരത്തെ അങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പൊ ജോണിക്കുട്ടി നേരത്തെ എണീക്കും, തന്നെ എണീക്കും, ഡ്രസ്സൊക്കെ തന്നെ എടുത്തിടും, പല്ല് തേച്ച് ഇവരെണീപ്പിക്കും. മറ്റേ ഡേ കെയർ പോകുന്ന നിങ്ങൾ ഓർക്കുന്നത് എന്നതായിരുന്നു. അതായത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവര് 3 പേരും കഴിക്കും. ചിലപ്പോൾ ഞങ്ങൾ ക്ഷീണം കാരണം എണീറ്റ് വരാൻ വേണ്ടി താമസിക്കുമല്ലോ. അപ്പൊ ഇവര് പോകാറാകുമ്പോഴേക്കും ടാറ്റ ബൈ ഉമ്മ എന്ന് പറഞ്ഞിട്ട് ഇവര് തന്നെ ചില ദിവസങ്ങളിൽ സാധനിച്ചായിരിക്കും. അപ്പൊ ഇവര് തന്നെ ഉണ്ടാക്കി കഴിക്കും. ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളപ്പോൾ ഇവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ വിശേഷങ്ങള്. അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ആണോ? അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ബൈ.